ഇതുകൊണ്ട് ഇന്നും വന്നിട്ട് ഇവിടെ ഈയടാ എന്നെ കണ്ടപ്പോൾ നോക്കിക്ക് കയറി വരുന്നേ. നിനക്ക് ബിസ്ക്കറ്റ് തന്നില്ലേ അവള്? ഇവിടെ മീനൊന്നും ഇല്ലടാ, അതാ ചോറ് തരാത്തേ. നോക്കിക്കേ എന്തോടാ? അയ്യോടാ, ഇതെന്താ ബിസ്ക്കറ്റ് കഴിച്ചോ? അയ്യോടാ, പ്രസവിച്ചതാന്ന് തോന്നടി ദീപു. ഇത് കുഞ്ഞൊന്നും അല്ല, കണ്ടോ? അച്ചോ, എന്നാ ചെയ്യും? ഇവിടെ മീനില്ലല്ലോ. ഇച്ചിരി പാലെടുത്ത് കൊടുക്ക്, പാവല്ലടാ. ഓ കരയല്ലേ? കറമ്പി കരയല്ലേ? ഇച്ചിരി പാല് തരട്ടെ കുഞ്ഞിന്? ആ നവാ പാവട്ടെ, അത് പ്രസവിച്ച പൂച്ചയാന്ന് തോന്നുന്നു. കണ്ടിട്ട് കുഞ്ഞു കുട്ടിയാന്ന് തോന്നുന്നത്. കുടിച്ചോ എൻ്റെ ദേവൂട്ടിക്ക് വെച്ച പാല, അത് കുടിച്ചിടോ. പാവട്ടോ, വിശന്നിട്ടാണ്. പച്ചച്ചോറ് കൊടുത്താൽ കഴിക്കുമോ? ഇല്ലല്ലോ. അത് കുടിക്കേ. നീ കാണുന്നില്ല വെള്ളം ഒരു സാധനം നിൻ്റെ മുന്നിലിതാ പാത്രത്തിൽ? ഷോ, പാല് പൊക്കി കാണിച്ചു തരാതോ അങ്ങോട്ട്. മാല് കുടിക്കടോ. ഓ അമ്മേ അവിടെ വേറെ ആളുണ്ടല്ലേ. ഒരു കൂട്ടത്തോടെയും കുടുംബത്തോടെയും ഇറങ്ങിയേക്കുവാന്ന്. ഈ ബിസ്ക്കറ്റ് അവിടെ പൊട്ടിച്ചെടുക്കും. നീ വിശന്നിട്ടാടോ എന്ത് ചെയ്യാൻ? അത് കൊടുക്ക്. പച്ചച്ചോറ് തിന്നൂലല്ലോ. തൈര് ദൈവന് തിരിഞ്ഞു വന്ന് കാണിക്കുന്നോ? എന്നാ വൃത്തിയിട്ട പൂച്ചയാടോ നീ. സ്നേഹം കൊണ്ട് അതിനെ കണ്ട തൊട്ടുരുമ്മ. മനസ്സിലാവായിട്ടല്ല. നീ കഴിച്ചോ? ആ പാലും കുടിച്ചോ? നിങ്ങൾ വീഡിയോ എടുക്കുക. ഇതെന്നല്ലേ പറഞ്ഞേ കുടിച്ചോന്ന്? തണുപ്പുണ്ട്. അയ്യോടാ, അങ്ങനെ തൊട്ടുരുമ്മ കേട്ടോ. ഇവിടെ അങ്ങ് താമസമാവോ എന്തോ. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാവും. അങ്ങനെയൊന്നും ഇങ്ങനെയൊക്കെ സ്നേഹിക്കുമ്പോൾ. മിണ്ടാപ്രാണികളൊക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ. എന്നാടാ? പൂജ കുടിക്കുന്നു. നമ്മളെ പാവങ്ങൾ കരഞ്ഞ് അത് അകത്തോട്ട് കയറിയ ഒരു മുട്ടയുണ്ട്. അപ്പം അത് പൊട്ടിച്ച് ചിക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചോറിൽ കുഴച്ച് കൊടുത്തു നോക്കാം. അപ്പോൾ നോക്കാമല്ലോ. എന്താ കരഞ്ഞത് അകത്തെത്തി. നീരില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ കുത്തിട്ട് ഇത് അരച്ചിട്ട് നിന്നെ വളർത്തട്ടേന്ന്. എങ്കിലാ സിന്താവാന്ന് പറഞ്ഞ ഇവിടെ തന്നെ ഇരിക്കുകയല്ലേ. ഭയങ്കര ചൂടാ, കറണ്ട് പോയി. ചൂട് തന്നിട്ട് വേണം കൊടുക്കാൻ. കഴിച്ചാൽ മതി, കഴിച്ചില്ലേ കൊല്ലും ഞങ്ങള്. എൻ്റെ മോക്ക് പോലും മുട്ട കൊടുക്കാതെ നിങ്ങൾക്ക് ഇതാക്കി തന്നതാ. എന്നാ ദിവസേ നിങ്ങളായിരിക്കും ദേവ് ഇത് തിന്നുകയാണ്. നല്ല കേട്ടോ, ചൂട് തണയ്ക്കും. കൈ കൊണ്ട് ഇങ്ങനെ ചിക്കി കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഊതി കൊടുക്കും. ഊതടി, ഊത്, മന്ത്രം ചൊല്ലി ഊതുന്ന പോലെ. ക്ഷമയില്ല. മീനില്ലാതായി പോയടോ. ഫ്രിഡ്ജിൽ അന്നേത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളവിടെയുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നില്ലായിരുന്നോ?
നല്ല ചൂടുണ്ട്. വാവ ഉള്ളിപ്പോയ ഭാവമുണ്ട്. വിശപ്പിൻ്റെ വിലയറിയുന്നവരേ പ്രാണിക്കൊരു നേരം. അത് തുറന്ന് ചോറ് വെച്ച് നേരം വാല് പൊക്കി കാണിക്കുക കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ തിളക്കി മോളെ തിന്ന് മക്കളെ. എൻ്റെ മൊക്ക് പോലും അയ്യോ കൈ കൊള്ളു. ഇതെടുത്ത് ഞാൻ അവരെ കൈ കൊള്ള അതിൻ്റെ പിടിയും പിടിക്കാതെ പിടിച്ച് കൈ പൊള്ളിയിട്ട് കാണിക്കുന്നതൊക്കെ കൈ പൊള്ളൂന്ന് പറഞ്ഞത് ഇങ്ങനെ അച്ചോടോ അത് തിന്നുന്ന മറ്റേ നോക്കിയിരിക്കുക. എന്ത് പറ്റി? കഴിച്ചു കഴിഞ്ഞിട്ടായി രണ്ടുപേരും കൂടെ ഒരുമിച്ച് തിന്നടോ. അയ്യോടാ അത് മാറിക്കൊടുത്തപ്പോൾ ഓ ഇയാൾക്ക് അത്ര പിടിക്കുന്നില്ല. ഭയങ്കര ജാട കാണിക്കരുത് കേട്ടോ. നമുക്ക് കുറച്ച് വെളുപ്പുണ്ടായിട്ട് എത്ര അഹങ്കാരം. മറ്റേത് തന്നെ കറുപ്പായതുകൊണ്ട് പാവം വേണ്ടടി കൊടുക്കണ്ട. ഇതുണ്ടാവും ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ബേബുട്ടിക്ക് ബിരിയാണി വേണം എന്നിട്ട് ബിരിയാണി കഴിക്കാൻ പോയില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ദേവുവിൻ്റെ ബാക്കി ബിരിയാണി ഞങ്ങളുടെ എല്ലും എല്ലാം കൂടെ ഞങ്ങളിത് ഈ കവറിലാക്കി മേടിച്ചു. എന്നിട്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ച് അപ്പുറത്തൊരു പട്ടിക്കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ എടുത്തുകൊണ്ട് വന്നാ കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ പട്ടിക്കുഞ്ഞിനെ കാണാനില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതാണ്. നല്ലതാണോ നോക്കിയപ്പോൾ നല്ലതാണ്. ഇപ്പോൾ കൊടുത്തപ്പോൾ ഇത് കൊടുത്തപ്പോൾ കണ്ട എല്ലും കൊണ്ട് ആദ്യം അവളോടി, അടുത്ത എല്ലും എടുത്ത് മറ്റേ ആൾ ഓടി. ഇപ്പോൾ ഇത് കാക്ക കുത്തി തിന്നുമായിരിക്കും. ഇതിങ്ങോട്ട് നീക്കി വെച്ച മോൾ അവരത് തിന്നിട്ട് വന്ന് തിന്നോട്ടെ. പാവം. ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവരൊക്കെ തിന്നുമ്പോൾ ഉണ്ടല്ലോ ആ വിശപ്പൊന്നതാകുമ്പോൾ നമുക്കെന്ത് സന്തോഷമാണെന്നറിയാം മാറുമ്പോൾ. അതാണ് ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം. വിശക്കുന്നവർക്ക് നമ്മൾ ഒരു നേരമെങ്കിലും ഫുഡ് കൊടുക്കുക. അത് മനുഷ്യനാണെങ്കിലും മിണ്ടാപ്രാണിയാണെങ്കിലും. മനുഷ്യനെക്കാട്ടി മിണ്ടാപ്രാണികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് തിന്നിട്ട് ഇത് ബാക്കി വന്ന് കഴിച്ചോണം കേട്ടോ. ബഹണിക്കണേ മോളെ.